ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ഓഗസ്റ്റ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ അക്വേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റിൽ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങളുടെ കറണ്ട് എനർജി ഓഗസ്റ്റിൻ്റെ 2 ഓഫ് കപ്സ് ആണ്. ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് നൈറ്റ് ഓഫ് വോൺസ്, നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ക്വീൻ ഓഫ് സോർഡ്സ്, നിങ്ങളുടെ അഡ്വൈസ് 6 ഓഫ് സോർഡ്സ്, നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ ഹൈറോഫാന്റ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവറോൾ എനർജി എംപ്രസ്, ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ഈ കാർഡാണ്. ഇത് നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത് എന്താണെന്ന്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക. ആൻഡ് ഇത് എൻഡിൽ ഞാൻ റിവീൽ ചെയ്യും. അപ്പോൾ അക്വേറിയസ് ഇവിടെ എംപ്രസ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഇത് നിങ്ങളുടെ എനർജിയാണ്. ഓഗസ്റ്റ് മാസത്തിൻ്റെ കുറേ അബണ്ടൻസ് ഫെർട്ടിലിറ്റിയുടെ എനർജിയാണ്. ഹൈ ചാൻസസ് ഓഫ് പ്രഗ്നൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യേണ്ട വെച്ചാൽ ഇത് നല്ല മാസമാണ് ഡോക്ടറിനെ മീറ്റ് ചെയ്യാൻ. അതുമാത്രമല്ല ഇതിൽ കുറേ ഗ്രോത്തും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് സക്സസ് ആണ് ഞാൻ കാണുന്നത്. കുറേ ഗ്രോത്ത് ഓറിയൻറ്റഡ് എനർജിയാണ്. അപ്പോൾ ഇത് കരിയർ വൈസും നല്ല സമയമാണ്, റിലേഷൻഷിപ്പ് വൈസും ഓഗസ്റ്റ് ഒരു നല്ല സമയമാണ്. എംപ്രസ് ഇവിടെ 8 ഓഫ് സോർഡ്സ് കാണാണ്ട്. അപ്പോൾ 8 ഓഫ് സോർഡ്സ് ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻ, ഒരു സ്റ്റാഗ്നന്റ് ഫേസിന് പുറത്തു വരണ എനർജിയാണ് ഇവിടെ. നിങ്ങൾ സ്ലോലി ഒരു സിറ്റുവേഷന് പുറത്താണ് വരണ, ഒരു സ്റ്റാഗ്നന്റ് ഫേസിന് പുറത്താണ് വരണത്. ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു വെച്ചാൽ എന്തോ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് ഈ മാസം. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ചേഞ്ച് ഓഫ് ടൈമിൻ്റെ എനർജിയാണ്, ഒരു ഗുഡ് ലക്കിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തോ നിങ്ങളുടെ സമയത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് പാസ്റ്റിൽ. ഞാൻ പറഞ്ഞ മാതിരി ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ പാസ്റ്റിൽ. അതൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരുത്തുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റിൻ്റെ ആ ഒരു ഡിഫിക്കൾട്ട് സമയം ഒരു വലിയ ചേഞ്ചാണ് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ കൊണ്ടുവരുന്നത്. പാസ്റ്റിൽ ഞാനൊരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. അപ്പോൾ മേ ബി ഒരു പുതിയ ബിഗിനിങ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ. ഇത് റിലേഷൻഷിപ്പിലാവാം, ജോലിയിലായിരിക്കാം. പക്ഷേ ഈ പുതിയ ബിഗിനിങ് ഒരു നല്ല സമയം കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത് ഇവിടെ. 5 ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. 5 ഓഫ് സോർഡ്സ് കുറച്ചൊരു നെഗറ്റിവിറ്റിയാണ്. ഇത് അഗൈൻ ചിലവർ നിങ്ങളെ കുറച്ച് ഗോസിപ്പ് ചെയ്യണു, കുറേ ജെലസ് എനർജീസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ പുതിയ ബിഗിനിങ് കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടമായിട്ടില്ല. ഓക്കെ, അത് കുറച്ചൊരു ജെലസ് എനർജീസ് ഞാൻ കാണുന്നുണ്ട്. അതുമാത്രമല്ല റിലേഷൻഷിപ്പിലും മേ ബി വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കണ എനർജി അതും ഉണ്ട് ഇവിടെ. പക്ഷെ കറണ്ട് എനർജിയിൽ ഇവിടെ ഒരു ലവ് ആൻഡ് റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് ഞാൻ കാണുന്നത്. 2 ഓഫ് കപ്സ്. ഓഗസ്റ്റിൽ 4 ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഏതോ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ, മേ ബി നിങ്ങൾ ഓറൽസ് നിങ്ങളുടെ പേഴ്സൺ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് ഇവിടെ ഒരു എൻഡിങ്, ഡെത്ത്. ഓക്കെ, ഡെത്ത് സ്കോർപ്പിയോ എനർജിയാണ്. എൻഡിങ് എന്നൊരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. മേ ബി ഈ പേഴ്സൻ്റെ ഉള്ളിലായിരിക്കും ഈ ചേഞ്ച് വരുന്നുണ്ടാവുക. ആൻഡ് ഇവിടെ ഒരു അപ്പോളജി ആയിരിക്കും ഈ പേഴ്സൺ കൊണ്ടുവരുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ മേ ബി ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള എനർജി അതും ഇവിടെ ഞാൻ കാണുന്നുണ്ട്. ഫ്യൂച്ചറിൽ നൈറ്റ് ഓഫ് വോൺസ് ആണ്. നൈറ്റ് ഓഫ് വോൺസ് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി മാതിരി ഒരു പേഴ്സൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് വോൺസ് ഇവിടെ 10 ഓഫ് സോർഡ്സിൻ്റെ കൂടെയാണ്. അഗൈൻ ഞാൻ ഒരു എൻഡിങ് ആണ് കാണുന്നത്. ഫ്യൂച്ചറിലും ഒരു വെരി ഇൻ ആൻഡ് ഔട്ട് സിറ്റുവേഷനിൽ ഫൈനലി ഒരു എൻഡിങ്, ആൻഡ് നിങ്ങൾ അതിന് ഹീലാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു അൺസ്റ്റേബിൾ എനർജി ഉണ്ടായിരുന്നു വെച്ചാൽ, ഒരു അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു വെച്ചാൽ, അതൊക്കെ നിങ്ങളുടെ ലൈഫിന് കംപ്ലീറ്റ്ലി ഇപ്പോൾ യൂണിവേഴ്സ് അതിനെ റിമൂവ് ആണ് ചെയ്യണത്. എന്നുവെച്ചാൽ നിങ്ങളുടെ
ലൈഫിന് ഒരു പുതിയ ബിഗിനിങ് കൊണ്ടുവരാൻ ഈ പാസ്റ്റ് കാര്യങ്ങൾ, ഈ പാസ്റ്റ് നെഗറ്റീവ് എനർജീസിനെയൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് മാസം കുറെ ക്ലിയറിങ് ഔട്ട് എനർജീസ് ആയിരിക്കും. കുറെ ചില റിലേഷൻഷിപ്സ് ഉണ്ടാവും, ചില പുതിയ ബിഗിനിങ്സും ഉണ്ടാവും. പക്ഷെ ഫ്യൂച്ചറിലും ഞാൻ നിങ്ങളുടെ എനർജിയിൽ ഹീലിംഗ് ആണ് കാണുന്നത്, ലെറ്റിംഗ് ഗോ, അങ്ങനത്തെ ഒരു എനർജിയാണ്. ഓക്കെ, നിങ്ങൾ സറണ്ടർ ആണ് ചെയ്തിരിക്കണേ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഇതിൽ എനിക്ക് ഇത് കാട്ടിലും കൂടുതൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ സറണ്ടറേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നിങ്ങളുടെ ചാലഞ്ച് ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇത് അഗൈൻ ഒരു കുറെ ഫേമായി പേഴ്സന്റെ എനർജിയാണ്, കുറെ ക്ലിയർ ആയി പെർസ്പെക്റ്റീവുള്ള പേഴ്സന്റെ എനർജിയാണ്. ഈ മാസം നിങ്ങൾ കുറെ ക്ലിയർ ആയി, ചിലവരെ നിങ്ങളുടെ ലൈഫിന് കട്ട് ഓഫ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത് ക്ലിയർ ബൗണ്ടറീസ് ഉള്ള പേഴ്സൺ ആണ്. അവർക്ക് അറിയാം അവർക്ക് വേണ്ടിയിട്ട് എന്താണ് നല്ലത്, എന്താ നല്ലതല്ലാത്തത്. അപ്പോൾ ആ എനർജിയാണ് നിങ്ങളുടെ ചാലഞ്ച്. എന്നുവെച്ചാൽ ഇതൊരു ഡിഫിക്കൽട്ട് ഡിസിഷൻ ആണ്. വേറെ ആൾക്കാരെ കട്ട് ഓഫ് ചെയ്യുക പറഞ്ഞാൽ അത് ഒരു ഈസി സിറ്റുവേഷൻ അല്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഡിഫിക്കൽട്ട് ഡിസിഷൻ എടുക്കേണ്ടി വരും. ഓക്കെ, സർക്കംസ്റ്റാൻസസ് ആണ് അങ്ങനെ. അതുകൊണ്ട് നിങ്ങൾ കുറെ ഒരു ഫേം ആയിട്ട് ഏതോ ഒരു പേഴ്സണെ കട്ട് ഓഫ് ആണ് ചെയ്യണത്. മെജിഷ്യൻ ഉണ്ട് ഇവിടെ നിങ്ങളുടെ ചാലഞ്ച് ആയിട്ട്. നിങ്ങൾ എന്തോ മാനിഫെസ്റ്റ് ചെയ്യണ കാര്യമാണ് നിങ്ങൾ കട്ട് ഓഫ് ചെയ്യണത്. എസ്പെഷ്യലി ഒരു വെരി ഇമ്മച്യോർ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റിയും കൊണ്ടുവരാത്ത ഒരു പേഴ്സൺ ആണത്. പേജ് ഓഫ് വോൺസ്, കുറെ ഇമ്മച്യോർ ആണ്, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് എനർജിയാണത്. 6 ഓഫ് സോർഡ്സ് ആണ് അഡ്വൈസ്. നിങ്ങളോട് യൂണിവേഴ്സ് മുമ്പോട്ട് പോകാനാണ് പറയുന്നത്. ഈ ഡിഫിക്കൽട്ട് സമയം വിട്ടിട്ട് മുമ്പോട്ട് പോവുക, സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിൽ പോവുക. യൂണിവേഴ്സ് ഓൾറെഡി നിങ്ങളെ ആ ഡയറക്ഷനിൽ പുഷ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയിലാണ്. പക്ഷെ യൂണിവേഴ്സ് നിങ്ങളോട് മുമ്പോട്ട് പോകാനാണ് പറയുന്നത്. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങൾ സ്റ്റക്കപ്പ് ആയിരിക്കണു പാസ്റ്റിൽ. എന്നുവെച്ചാൽ ചില ഡിസിഷൻസ് ഞാൻ പറഞ്ഞ മാതിരി ഈസി അല്ല ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ടൊരു സ്റ്റാഗ്നൻസി നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കണു. അത് മാത്രമല്ല, ചില അൺഹെൽതി റിലേഷൻഷിപ്സ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, ചില അൺഹെൽതി റിലേഷൻഷിപ്പ് പാറ്റേൺസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതിനെയൊക്കെ വിട്ടിട്ട് മുമ്പോട്ട് പോകാനാണ് ഇവിടെ അഡ്വൈസ് തരേണ്ടത് യൂണിവേഴ്സ്. ഡെവിൽ കാപ്രിക്കോൺ എനർജിയാണ്. ഹൈറോഫാണ്ട് ആണ് ഹിഡൻ ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓഗസ്റ്റ് മാസത്തിന്റെ ടോറസ് എനർജിയാണ് ഇത്. 9 ഓഫ് വോൺസ്. അപ്പോൾ പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ചില എൻഡിങ്സ് ഉണ്ട്, പക്ഷെ ചില ന്യൂ ബിഗിനിങ്സും ഉണ്ട്. പക്ഷെ ഈ ന്യൂ ബിഗിനിങ് ഈ എൻഡിങ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. ആൻഡ് ഇത് ഒരു ഡെസ്റ്റിനി പോലെയാണ്. ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യണത് ഒരു പുതിയ സ്റ്റേബിൾ ബിഗിനിങ് ആണ്. ആൻഡ് ഇത് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. കുറച്ചൊരു ഹെസിറ്റേഷൻ, ഒരു പേടി ഉണ്ടാവും നിങ്ങൾക്ക് ഇത് വരുമ്പോൾ. എന്ന് വെച്ചാൽ ഫസ്റ്റ് റിയാക്ഷൻ എപ്പോഴും ഒരു സംശയത്തിന്റെ റിയാക്ഷൻ ആണല്ലോ. എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സമയം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേബിൾ കാര്യം വരുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാവും, ഇത് വർക്ക്ഔട്ട് ചെയ്യോ, ഇത് ശരിയാണോ, അല്ല വേറെ എന്തെങ്കിലും കുടുക്കത്തിൽ പെട്ടുപോവോ, അങ്ങനത്തെ ഒരു ഫീലിംഗ് എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനത്തെ എനർജി അല്ല, ഇത് കുറെ സ്റ്റേബിൾ എനർജിയാണ് ആൻഡ് റിലയബിൾ എനർജിയാണ്. നിങ്ങളുടെ ഔട്ട്കം നമ്മൾക്ക് നോക്കാം. എന്താണ് ഔട്ട്കം? നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തിന്റെ ഹൈ പ്രീസ്റ്റസ് സ്പൈസീസ് എനർജി. അപ്പോൾ ഈ മാസം നിങ്ങൾ കുറെ ഒരു ഇൻറ്റ്യൂട്ടീവ് എനർജിയിലാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കുറെ ഫോളോ ചെയ്യും ഈ മാസം. അത് മാത്രമല്ല, കുറെ ഒരു സ്പിരിച്വൽ സമയം കൂടിയാണ്. കുറെ ഐസൊലേറ്റഡ് എനർജിയുമാണ്. അപ്പം നിങ്ങൾ അത്ര വേറെ ആൾക്കാരുടെ കൂടെ മേ ബി സോഷ്യലൈസിങ് അത്ര ഉണ്ടാവില്ല. നിങ്ങളുടെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് സൈലൻ്റ്ലി ക്വയറ്റ്ലി കാര്യങ്ങൾ ചെയ്യാനാണ് നോക്കുന്നത്. പേജ് ഓഫ് സോർഡ്സ് ഇവിടെ അഗൈൻ ഇൻറ്റ്യൂട്ടീവ് മെസ്സേജസ് കുറെ കിട്ടും. അഗൈൻ ഇത് ഐസൊലേഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസം പൊതുവെ ഒരു ജസ്റ്റ് ഒരു നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യണ എനർജിയാണ്. മേ ബി നിങ്ങൾ എന്തെങ്കിലും പുതിയതായി തുടങ്ങാൻ നോക്കും. മേ ബി ഒരു ന്യൂ ജോബ് ആയിരിക്കാം, ഇല്ലാച്ച ഒരു ന്യൂ ഇൻട്രസ്റ്റ്, ഹോബി, അതിൽ കുറെ നിങ്ങൾ ഫോക്കസ് ചെയ്യണോ, ഇല്ലാച്ച ഒരു ന്യൂ എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്.
എന്തോ ഒരു ഗോസിപ്പ് ആയിരിക്കാം, വലിയ ഇൻഫർമേഷൻ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ അക്വേരിയസ് ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ് ഉണ്ട്, വെർഗോ, ക്യാൻസർ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ കുറേ വാട്ടർ സൈൻസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്, ടോറസ് ഉണ്ട്. ആൻഡ് ഇതാണ് മേജർ സൈൻസ്. അങ്ങനെ സൈൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഇവിടെ കണ്ടപ്പോൾ ഞാൻ പറയണു അത്രേ ഉള്ളൂ. പക്ഷേ മെസ്സേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. മെസ്സേജ് റെസൊനേറ്റ് ആയാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജാണ്. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം വെച്ചാൽ ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ. ആൻഡ് അവിടെ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത് എങ്ങനെ റെസൊനേറ്റ് ചെയ്തു എന്ന് പറയുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.